ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് ചിക്കൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എയർ ഫ്രയറിൽ നമുക്ക് നല്ലൊരു അൽഫാമായിട്ടോ ഗ്രില്ലൊക്കെ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മസാലേൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അതുപോലെ നമുക്കിത് ഓവനിലോ അതുപോലെ പാനിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. ഇതിൽ ഞാൻ മെയിനായിട്ട് എയർ ഫ്രയറിലുള്ള ടെമ്പറേച്ചറും കുക്കിംഗ് ടൈമൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് ഞാനിവിടെ 2 മസാലയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒന്ന് നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു മസാലയും പിന്നെ ഒരു ഗ്രീൻ ചിക്കനാണ്. നമുക്ക് ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ട് എങ്ങനെ എയർ ഫ്രയറിൽ ചിക്കൻ ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ റെഡ് കളറിലുള്ള ആ ഒരു ചിക്കൻ മസാലയില്ലേ, അതെങ്ങനെ ഉണ്ടാക്കുന്നുള്ളത് കാണിച്ചു തരാം. അതിനായിട്ട് ഞാനിതാ ബോൺലെസ് ചിക്കൻ്റെ ആ ഒരു പീസില്ലേ, അതാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കിങ്ങനെ ഒരു ബട്ടർഫ്ലൈ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പം നന്നായി കഴുകിയിട്ട് ഒട്ടും തന്നെ വെള്ളമില്ലാത്ത ചിക്കൻ പീസ് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്യണമെന്നൊന്നുമില്ല, പക്ഷെ ഞാൻ മസാലയൊക്കെ നന്നായിട്ട് അതിൻ്റെ ഉള്ളിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ ബോൺലെസ് ചിക്കൻ്റെ ഇപ്പുറത്തെ സൈഡിലെ ആ ഒരു ഭാഗം ഇങ്ങനെ ഫുള്ളായിട്ടും കത്തി വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മുഴുവനായിട്ടും കട്ടായി പോകരുത്. ഈ ഒരു ഷേപ്പിൽ നമുക്ക് ബട്ടർഫ്ലൈൻ്റെ ആ ഒരു ഷേപ്പിൽ വേണം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് നമ്മളിങ്ങനെ ഒന്ന് വരഞ്ഞിട്ട് കൊടുക്കുമ്പോൾ തന്നെ ആ ഒരു ഷേപ്പായിട്ട് കിട്ടും കേട്ടോ. ഞാൻ ആ ഒരു ഭാഗമില്ലേ, വിങ്സിൻ്റെ വരുന്ന ഭാഗം തോന്നും, അത് ഞാനിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്കത് വേണ്ട, ഈ ഒരു ബോൺലെസ് പീസ് മാത്രം മതി. കട്ട് ചെയ്തപ്പോൾ ആ ഒരു ചിക്കൻ്റെ പീസിൽ ഇങ്ങനെ ഒരു നനവ് പോലെ ഉള്ളതുപോലെ തോന്നിയിട്ട് ഞാനൊന്ന് ടിഷ്യൂ ഉപയോഗിച്ചിട്ട് ഡ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഒന്നിങ്ങനെ ഒപ്പിയെടുക്കുന്നുണ്ട്. ഇനിയൊരു ബൗളിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1.5 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയും പിന്നെ എരിവുള്ള മുളക് പൊടിയും ഒരുമിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. 1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. അപ്പം എരിവ് നിങ്ങൾ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ 1/4 ടീസ്പൂണും കൂടുതലായിട്ട് ഗാർലിക് പൗഡർ ഉള്ളതുകൊണ്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് എടുത്താലും മതി. പിന്നെ കുറച്ച് വിനാഗിരി, ഒരു പുളിപ്പിന് ആവശ്യമായിട്ടുള്ള വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടീസ്പൂണ് ഒലീവ് ഓയിലില്ലേ, അതുകൂടെ എടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഗാർലിക് പൗഡർ ഇട്ടതിന് പകരമായിട്ട് വെളുത്തുള്ളീൻ്റെ പേസ്റ്റ് എടുത്താൽ മതിയേ. അതെന്തായാലും സ്കിപ്പ് ചെയ്യരുത്, അത് നമുക്ക് ടേസ്റ്റ് ചെയ്യുന്നതാണ്. നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് നമുക്ക് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കാം. ഇത് ചിക്കൻ പീസിൽ മുഴുവനായിട്ടും നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കൂടുതൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലത്. 1 മണിക്കൂറിന് ശേഷം നമുക്ക് ഇത് എയർ ഫ്രയറിലാക്കി കൊടുക്കാം. ഇത് എയർ ഫ്രയറിൻ്റെ ബാസ്ക്കറ്റ് എടുത്തിട്ട് ഞാൻ അതിൽ ഈ ഗ്രില്ലിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ, അപ്പോൾ അതിലാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ബാസ്ക്കറ്റിലേക്ക് ഗ്രില്ലിൻ്റെ ഇത് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കന് ഇതേപോലെ ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ തന്നെ ആക്കിയിട്ട് വെച്ച് കൊടുക്കാം. ആ ഒരു ഷേപ്പ് കിട്ടേണ്ടിയിട്ടാണ് ഞാൻ ആ ഗ്രില്ല് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ടെമ്പറേച്ചറും ടൈമും സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ചിക്കൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ എടുത്തിട്ടുണ്ട്. അതിൽ സിംഗിൾ ലെയറാണോ ഡബിൾ ലെയറാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ അതിൽ ഡബിൾ ലെയർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ടൈം വന്നിട്ടുള്ളത് 25 മിനിറ്റാണ്. അപ്പം ഈ ചിക്കൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ എനിക്കിതിൽ ടെമ്പറേച്ചർ വരുന്നത് 180 ഡിഗ്രി സെൽഷ്യസ് ആണ്. കുറച്ചൊന്ന് ടൈം കഴിഞ്ഞപ്പം ഷേക്ക് ചെയ്ത ഫുഡ് തോന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ സൈഡൊക്കെ നന്നായിട്ട് വെന്തിച്ചിട്ടുണ്ട്. ആ മസാല ഒക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാനിപ്പോഴത്തെ സൈഡിലൂടെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എയർ ഫ്രയർ ക്ലോസ് ചെയ്തിട്ട് നമുക്കൊന്നുകൂടെ വേവിച്ചിട്ടെടുക്കണം. അപ്പോൾ ഈ 25 മിനിറ്റ്സ് തന്നെയാണ് ഞാനെല്ലാം ചെയ്തെടുക്കുന്നത്. കുറച്ച് ടൈം കഴിഞ്ഞപ്പോഴാണ് ഇത് ഷേക്ക് ചെയ്ത ഫുഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ വന്നിട്ടുള്ളത്. മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ക്ലോസ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇത് ഷേക്ക് ചെയ്ത ഫുഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ വന്നത് 12 മിനിറ്റൂടെ ബാക്കിയുള്ളപ്പോഴാണ്. കുക്കിംഗ് ടൈം 12 മിനിറ്റൂടെ ബാക്കിയുള്ളപ്പോഴാണ് എനിക്കൊരു ഓപ്ഷൻ വന്നിട്ടുള്ളത്. ഇനി ഇതാ 8 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്നുകൂടെ അത് പോസ് ചെയ്ത് വെക്കുന്നുണ്ട്. ഞാൻ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇനിയൊരു ബൗളിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ വൈറ്റ് ഓനിയൻ ഇല്ലേ, അതുണ്ടെങ്കിൽ അത് എടുത്താൽ മതി. പിന്നെ കുറച്ച് ഒലീവ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ എത്രയാണോ ചിക്കൻ എടുത്തിട്ടുള്ളത് ആ ഒരു അളവിൽ വേണം ഇതെടുക്കാൻ വേണ്ടിയിട്ട്. നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ചിക്കനില്ലേ, ആ ചിക്കനിലേക്ക് ഇത് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്തെടുക്കാം. ഈ ഒരു മസാല ഇല്ലെങ്കിലും നമ്മുടെ ചിക്കൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ടേസ്റ്റ് ഒന്ന് കൂടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. വേറൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ നന്നായിട്ട് ആ ഒരു ചിക്കനിലേക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഇപ്പോൾ ഒരു സൈഡ് മാത്രമാണ് നമ്മൾ ചിക്കനിൽ ആക്കി കൊടുത്തിട്ടുള്ളൂ. എയർ ഫ്രയർ ക്ലോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാ ആ ഒരു 8 മിനിറ്റിൻ്റെ ബാക്കിയും കൂടി നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്നുകൂടെ എയർ ഫ്രയർ ബാസ്ക്കറ്റ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു മസാലയൊക്കെ നന്നായിട്ട് ആ ചിക്കനിൽ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് അപ്പുറത്തെ സൈഡും കൂടെ നമുക്ക് ആ ഒരു മല്ലിയിലയും സവാളയൊക്കെ ഉള്ള ആ ഒരു മിക്സില്ലേ അത് ആക്കി കൊടുക്കണം. അപ്പോൾ ഇതാ അപ്പുറത്തെ സൈഡ് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള മുഴുവനായിട്ടുള്ള ആ ഒരു മിക്സും നമ്മുടെ ചിക്കനിലേക്ക് നന്നായിട്ട് ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 3 മിനിറ്റ് കൂടെ ഞാൻ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം 25 മിനിറ്റ്സ് വെച്ചതിൽ ഫുള്ളായിട്ട് ഞാൻ ആ ഒരു ടൈം ഫുള്ളായിട്ടും ആക്കി കൊടുത്തിട്ടില്ല. അധികം കുക്കായി പോവും ആ ഒരു 25 മിനിറ്റ്സിൽ. അപ്പോൾ 3 മിനിറ്റ് കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ ഞാനിതാ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആ ഒരു കളറിലും ആ ഒരു നല്ല ഒരു ജ്യൂസി ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ടൈം കൂടുതൽ വെച്ചാൽ ചിലപ്പോൾ അത് കുറച്ചൊന്ന് ഹാർഡായി പോവും. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഗ്രീൻ ചിക്കൻ എങ്ങനെയാണ് എയർ ഫ്രയറിൽ ആക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഈ കാലിൻ്റെ ആ ഭാഗമില്ല അതാണ് എടുത്തിട്ടുള്ളത്. നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഒട്ടും തന്നെ വെള്ളമില്ലാത്ത ചിക്കൻ പീസാണ്. അപ്പോൾ ഇതേപോലത്തെ പീസ് വേണമെന്നില്ല, നമുക്ക് ഏത് പീസിലും ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഞാൻ ഇത് ഇങ്ങനെ വരഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. മസാലയൊക്കെ നന്നായിട്ട് അതിൻ്റെ ഉള്ളിൽ പിടിക്കാൻ വേണ്ടിയിട്ട് 2 പീസും വരഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്കിന്നോടുള്ള പീസാണെങ്കിൽ അതെടുത്താലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് ഇതാ വരഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/4 ടീസ്പൂണിലും കൂടുതലായിട്ട് മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ 2 ടേബിൾ സ്പൂണ് തൈരും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് അധികം പുളിപ്പുള്ള തൈരല്ല, പുളിപ്പില്ലാത്ത തൈരാണ് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പുളിപ്പുള്ള തൈരാണെങ്കിൽ 1.5 ടേബിൾ സ്പൂണോളം എടുക്കാം. കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് ചിക്കനിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി അത് ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ആ ടൈം കൊണ്ട് നമുക്ക് കുറച്ച് അരപ്പ് തയ്യാറാക്കാം. ഇതാണ് നമ്മൾ ഗ്രീൻ ചിക്കനിലെ മെയിനായിട്ടുള്ള മസാല. ഒരു പിടി മല്ലി ഇലയും പിന്നെ ഒരു പിടി പുതിന ഇലയും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. പിന്നെ 6-7 വെളുത്തുള്ളി അല്ലിയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണ് ചെറിയ ജീരകവും 1/4 ടീസ്പൂണിന് കൂടുതലായിട്ട് കുരുമുളക് പൊടിയും 1/4 ടീസ്പൂണ് ഗരം മസാലയില്ലേ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതേപോലെ കിട്ടണം. നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ചിക്കനിലേക്ക് ആക്കി കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് മുട്ടേൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ അരപ്പിലില്ലേ കറിവേപ്പില വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ പിന്നെ ഞാൻ മല്ലിയിലയും ആ ഒരു പുതിന ഇലേൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടില്ല. ഇത് നമുക്ക് കുറച്ച് ടൈം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. അപ്പം ഇത് എപ്പോഴാണോ നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകുന്നത് കുക്ക് ചെയ്യാൻ പോകുന്നത് ആ ടൈമിൽ വേണം കോൺഫ്ലവർ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. കോൺഫ്ലവർ ഇട്ടിട്ട് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിവിടെ ഒരു 2.5 ടീസ്പൂണിനടുത്ത് കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ചിക്കനിലേക്ക് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് എയർ ഫ്രയറിൽ വെച്ച് കൊടുക്കാം. ബാസ്ക്കറ്റിൽ ഞാൻ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ക്ലീനിങ്ങിനൊക്കെ എളുപ്പമാകാൻ വേണ്ടിയിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ചിക്കൻ പീസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ആ ഒരു മസാലയെല്ലാം നന്നായിട്ട് ചിക്കനിലേക്ക് ആക്കി കൊടുക്കാം. എയർ ഫ്രയർ ക്ലോസ് ചെയ്തിട്ട് ടൈമും ടെമ്പറേച്ചറും സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സെയിം ചിക്കൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ തന്നെ 15 മിനിറ്റാണ് വെക്കുന്നത്. ഞാൻ സിംഗിൾ ലെയറാണ് വെക്കുന്നത്. അപ്പോൾ അത് 15 മിനിറ്റായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ ഇതാ ഷേക്ക് ദ ഫുഡ് എന്ന് പറഞ്ഞിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് അപ്പുറത്തെ സൈഡിലൂടെ മറിച്ചിട്ട് കൊടുക്കാം. അപ്പുറത്തെ സൈഡിൽ മസാല കുറവ് പോലെ തോന്നിയിട്ട് ഞാൻ ബാക്കിയുള്ള ആ ഒരു മസാലയില്ലേ അത് അതിൻ്റെ മുകളിലായിട്ട് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് എയർ ഫ്രയർ ഫസ്റ്റൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾക്ക് ഇത് കൂടുതൽ ഞാനിങ്ങനെ നീട്ടി വലിച്ച് പറയുന്നത് പോലെ തോന്നും. ഞാൻ അവർക്ക് ഫസ്റ്റ് ചെയ്യുന്നവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഒരു 7 മിനിറ്റ് ആയപ്പോൾ ഞാൻ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് അത് ചിക്കൻ നോക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഏകദേശം ഇവിടെ ചിക്കൻ്റെ മസാല എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഏകദേശം കുക്കായിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഞാനൊന്ന് വെളിച്ചെണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഡ്രൈ ആയി പോകുന്നതിനാണ്. പിന്നെ വെളിച്ചെണ്ണേൻ്റെ ടേസ്റ്റ് ഇവിടെ ഉണ്ടെങ്കിൽ നമ്മുടെ ചിക്കന് നല്ല ടേസ്റ്റി ആയിരിക്കും. 2 സൈഡും മറിച്ചിട്ട് കൊടുത്തിട്ട് വെളിച്ചെണ്ണ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓപ്ഷനിലാണ്. അപ്പം വെളിച്ചെണ്ണ ഒന്നും തീരെ വേണ്ടെങ്കിൽ നിങ്ങൾക്ക്
ഇതിൽ ആക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ അധികം ഡ്രൈ ആയി പോകണ്ട, വീഡിയോ കാണുമ്പോൾ അത്ര ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതിനാണ് ഞാനിങ്ങനെ വെളിച്ചെണ്ണ ആക്കി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ 15 മിനിറ്റ് കഴിഞ്ഞ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഇത് വന്നിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതൊക്കെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ടൈം വേണമെങ്കിൽ ഒന്ന് 5 മിനിറ്റും കൂടെ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിൽ കോൺഫ്ലവർ ഇട്ടതുകൊണ്ട് മേൽഭാഗം നല്ല മൊരിഞ്ഞ പോലെയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല ജ്യൂസി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു മസാല തന്നെയാണ്. ആ ഒരു ഗ്രീൻ ചിക്കൻ മസാലയില്ലേ, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.